നമസ്കാരം. നമ്മൾ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ ത്രിമൂർത്തി ഹില്ലാണ്. ഭാരതപ്പുഴയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഒഴുകി ഭാരതപ്പുഴയായി കേരളത്തിലേക്ക് എത്തുന്നത്. ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള അനസൂയ അത്രിയൊക്കെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. ത്രിമൂർത്തികൾക്ക് ബ്രഹ്മാവിനും വിഷ്ണു മഹേശ്വരന്മാർക്ക് അന്നപൂർണയായി ത്രിപുരസുന്ദരി ഭക്ഷണം കൊടുത്ത സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മളെ രഥയാത്ര ആരംഭിക്കുന്നത്. രഥയാത്ര നേരത്തെ നിശ്ചയിച്ച പ്രകാരം 19, 20 തീയതികളിൽ തമിഴ്നാടും 21, 22 തീയതികളിൽ തിരുനാവായാണ് എത്തിച്ചേർന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്നലെ വൈകുന്നേരം തമിഴ്നാട് സർക്കാർ നമ്മളെ രഥയാത്രേൻ്റെ പെർമിഷൻ ഒഴിവാക്കിയിരിക്കുകയാണ്, റദ്ദാക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിലെവിടെയും സ്വീകരണം ഏതാണ്ട് 30-ലധികം സ്ഥലങ്ങളിൽ ഗംഭീരമായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. അത് മുഴുവൻ നിരോധിച്ചുകൊണ്ട് രഥം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് പറയുന്നത്. വളരെ വലിയ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. ഹിന്ദുക്കൾക്ക് ഒരുപാട് ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ മുത്തച്ഛന്മാർ ജീവിച്ചിരുന്ന ഭൂമിയിൽ നമ്മൾക്ക് നമ്മളുടേതായ ഒരു ആചാരാനുഷ്ഠാനം നടത്താൻ പറ്റുന്നില്ല. സർക്കാർ അത് അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഇത് കേവലം ഒരു രഥയാത്രൻ്റെ വിഷയമല്ല. മുഴുവൻ ഹിന്ദുക്കളും അഭിമാനത്തോടു കൂടി സംഘടിക്കുന്ന ഒരു സമയമാണ്. സംഘേ ശക്തി കലിയുഗത്തിൽ സംഘടിക്കുന്നതാണ് ശക്തി. ആ സംഘടിച്ചാൽ അത് വലിയൊരു ശക്തിയായിരിക്കും. ആ ശക്തിയെ ഭയപ്പെടുന്ന ഇവിടുത്തെ ചില വിരുദ്ധ ശക്തികൾ, അധർമ്മശക്തികൾ സർക്കാരിനെ സ്വാധീനിച്ച് അവർ വോട്ട് ബാങ്കാണ് എന്ന് വരുത്തി തീർത്ത് ഇത്തരത്തിൽ ഹൈന്ദവ മുന്നേറ്റങ്ങളെ ചെറുക്കുകയാണ്, തടയുകയാണ്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല. മുഗളന്മാരുടെ കാലം മുതൽ ഇംഗ്ലീഷുകാർ മുതലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ മറന്ന് നമ്മൾ ജാതി ഭേദമന്യേ ശക്തമായി പല തരത്തിൽ സംഘടിക്കുമ്പോൾ അതിൽ ഭയക്കുന്ന ഏതോ ചില വിരുദ്ധ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ. അവരെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തിരുനാവായ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിയാണ് തമിഴ്നാട് സർക്കാർ ഇവിടെ ചെയ്യുന്നത്. ഇത് ഭാരതം അതിൻ്റെ പരമവൈഭവത്തിലേക്ക് ഉയരുന്നൊരു സമയമാണ്. മുഴുവൻ സനാതന വിശ്വാസികളും ശക്തമായി സംഘടിക്കുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലുള്ള തുരങ്കം വെപ്പാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. ശക്തമായി നമ്മൾ പ്രതികരിക്കേണ്ട സമയമാണ്. നമുക്ക് അഭിമാന ബോധം ഉണ്ടാവേണ്ട സമയമാണ്. ഇപ്പോഴെങ്കിലും അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ. നമ്മൾക്ക് സ്വയം ചിന്തിക്കാനും ശക്തി സംഭരിക്കാനും ഒന്നിച്ച് നിൽക്കാനും നമ്മളുടെ ആശയത്തിനും അഭിമാനത്തിനും ഇവിടെ നിലനിൽക്കാനും അടുത്ത തലമുറയ്ക്കെങ്കിലും അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തടയലൊന്നും വലിയ കാര്യമാക്കിയിട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ ഒരു ഓലപ്പാമ്പാണ് നമ്മളുടെ ശക്തിക്ക് മുമ്പിൽ. താൽക്കാലികമായ ബുദ്ധിമുട്ട് മാത്രമേ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കൂ. നമ്മൾ ശക്തമായി മുന്നോട്ട് തന്നെ പോകും. അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തായാലും എല്ലാ ഋഷി പരമ്പരയിലൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കുംഭമേള ഭംഗിയായിട്ട് തന്നെ നടക്കും. ഇത് നമ്മളെ ആരും തീരുമാനമല്ല. ഈ ഭാരത മാതാവിൻ്റെ മുഴുവൻ ധർമ്മദേവതയുടെയും ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും ധർമ്മം വിജയിക്കും, അധർമ്മം നശിക്കും. ഭാരതത്തിൽ എല്ലാ കാലവും നമ്മളത് കണ്ടതാണ്. അധർമ്മം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. രാമൻ്റെ കാലത്ത് രാവണനായിട്ടും കൃഷ്ണൻ്റെ കാലത്ത് കംസനായിട്ടൊക്കെ ഇവിടെ അധർമ്മം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ രാവണനോ കംസനൊന്നും വിജയിച്ചിട്ടില്ല. അവിടെ രാവണൻ വിജയിച്ചില്ല, രാമനാണ് വിജയിച്ചത്. കംസൻ വിജയിച്ചില്ല, കൃഷ്ണനാണ് വിജയിച്ചത്. എല്ലാ സ്ഥലത്തും ധർമ്മത്തിന് തന്നെയാണ് വിജയം. തീർച്ചയായിട്ടും ധർമ്മദേവതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഭാരത് മാതാക്ക് ജയ്. ധർമ്മദേവത വിജയിക്കട്ടെ, ധർമ്മം വിജയിക്കട്ടെ, അധർമ്മം പരാജയപ്പെടട്ടെ. നമസ്കാരം.